ജമാഅത്തെ ഇസ്ലാമി ബന്ധത്തെക്കുറിച്ചാണ് ഏറ്റവും കൂടുതൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ CPM പറഞ്ഞുകൊണ്ടിരുന്നത്. അടുത്ത തെരഞ്ഞെടുപ്പിലും സ്വാഭാവികമായിട്ട് അത് പറയാൻ പോവുകയാണ്. ജമാഅത്തെ ഇസ്ലാമിയും UDF തമ്മിൽ ബാന്ധവം ഉണ്ടാകുന്നു, വെൽഫെയർ പാർട്ടി ധാരണയുണ്ടാകുന്നു. ഇത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായില്ല എന്നുള്ള റിസൾട്ട് നമുക്ക് സൂചിപ്പിക്കുന്നു. അടുത്ത തെരഞ്ഞെടുപ്പിൽ അങ്ങനെ ഒരു ആശങ്കയുണ്ട്. അടുത്ത തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം അത് ചിലപ്പോൾ ആവർത്തിക്കുമായിരിക്കും. കാരണം അവരെ സംബന്ധിച്ച് മറ്റു ഒന്നും പറയാനില്ലാത്തത് കൊണ്ട്. പക്ഷേ അവരും ഇവരുടെയൊക്കെ വോട്ട് വാങ്ങി ജയിച്ച ചരിത്രമാണ് കേരളത്തിലുള്ളത്. പിന്നെ ഇപ്പോൾ UDF പിന്നെ നമ്മൾ നയം മാറ്റിയതല്ല, അവർ മാറ്റിയതാണ്. അത് ജമാഅത്തെ ഇസ്ലാമി നയം മാറ്റി. അവർക്ക് UDFനെ വോട്ട് ചെയ്യണം എന്ന് അവരുടെ തീരുമാനമുണ്ടായി. ആ തീരുമാനം അവർ നടപ്പാക്കുന്നു. ആ നയമാറ്റം ഒരു രാഷ്ട്രീയമായ മാറ്റമാണോ ആശയപരമായ മാറ്റമായിട്ടാണ് നമുക്ക്? അത് വെൽഫെയർ പാർട്ടിയുടെ കാര്യത്തിൽ രാഷ്ട്രീയമായിട്ടുള്ള മാറ്റമില്ല, ആശയപരമായി വേറെ കാര്യം. അതും ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു ആശയം എന്ന് പറയുന്നത് ഇക്കാമത്തു ദീനിൻ്റെ വ്യവസ്ഥ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതിനോടൊന്നും ലീഗിന് ഒരിക്കലും പൊരുത്തപ്പെടാൻ പറ്റില്ല. ജമാഅത്തെ ഇസ്ലാമി അങ്ങനെ ഒരു ചർച്ചയ്ക്ക് ആ ഒരു വാദപ്രതിവാദത്തിനോ അല്ലല്ലോ. ഇതിപ്പോൾ രാഷ്ട്രീയമായിട്ടുള്ള കാര്യങ്ങൾക്കാണ് തെരഞ്ഞെടുപ്പിൽ. ആ തെരഞ്ഞെടുപ്പിൽ വെൽഫെയർ പാർട്ടി രാഷ്ട്രീയ പാർട്ടിയായിട്ട് രജിസ്റ്റർ ചെയ്യപ്പെട്ട പാർട്ടിയാണ്. അപ്പോൾ അവർ അവരുടെ നിലപാടനുസരിച്ച് വോട്ട് ചെയ്യും, അത്രേ ഉള്ളൂ.